Hello friends, welcome to my channel Mums Daily. ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് പിസ ഉണ്ടാക്കുന്നത്. മാത്രമല്ല നമ്മളിത് ഓവനിലല്ല ഉണ്ടാക്കുന്നത്, നമ്മുടെ സാധാരണ ഫ്രൈങ് പാനിലാണ് നമ്മൾ ഈ ബ്രെഡ് പിസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പം ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ പിസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. പക്ഷേ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് ഹോൾ ബ്രെഡായിട്ട് എടുക്കാം. അരി മാത്രം ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളോ അല്ലെങ്കിൽ ഇതുപോലത്തെ റൗണ്ടായിട്ട് ഷേപ്പ് വരുന്ന ഒരു എഡ്ജൊക്കെ ഉള്ളത് വെച്ച് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിനകത്താക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്, കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെയല്ല ഭംഗി. മിക്ക കുഞ്ഞുങ്ങൾക്കും ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും ഇഷ്ടം കാണത്തില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ അങ്ങ് ഒരു വട്ടമുള്ള ഒരു പാത്രം, കുഞ്ഞു വട്ടമുള്ള ഒരു പാത്രം എടുത്തിട്ട് ഈ ഒരു ഷേപ്പിനകത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൾ ബ്രെഡ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അരി മാത്രം കട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ 3 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ബ്രെഡിന് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 3 റൗണ്ട് ആയിട്ടുള്ള ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു സോസ് ഉണ്ടാക്കണം, ഇതിൻ്റെ മേലെ പുരട്ടാനുള്ള ഒരു സോസ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തോട്ട് ബട്ടറാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അല്ലാതെ ഓയിലോ അല്ലെങ്കിൽ വേറെ ഒന്നും ചേർക്കണ്ട, ബട്ടറാണ് ഏറ്റവും നല്ലത്, അതാണ് കുറച്ച് ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട്. ഈ ബട്ടർ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഞാനിവിടെ ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ഇറ്റാലിയൻ ഫുഡിനൊക്കെ അല്ലെങ്കിൽ ഇറ്റാലിയൻ പിസ്സ അതിനൊക്കെ ഒത്തിരി ഒരു ഫ്ലേവർ കൊടുക്കുന്നതാണ് ഈ ബട്ടറിൽ മൂപ്പിച്ച വെളുത്തുള്ളി. അപ്പം ഞാനിവിടെ ഒരു സോസ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഞാനിത് നമ്മുടെ വീട്ടിലുള്ള കെച്ചപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കാൻ മടിയാണ് അല്ലെങ്കിൽ മെനക്കെടാൻ വയ്യാത്ത അമ്മമാർക്ക് നമുക്ക് സോസായിട്ട് സാധാരണ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ സാധാരണ നമുക്ക് ടൊമാറ്റോ സോസ് നമുക്ക് ബേസായിട്ട് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഈ സോസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ഈ ഒരു സോസ് ബ്രെഡ് പുരട്ടാൻ നോക്കുക. ഒരു പിസ്സ സോസായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. ഇത് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്ത് അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഇത് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കരിയാണ്ട് നോക്കണം, കരിയരുത്. ഞാൻ ഈ ഒരു സ്റ്റേജിലൂടെ നിർത്താണ്. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സോസ് ചേർക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 3 ബ്രെഡിന് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണോളം സോസാണ് അല്ലെങ്കിൽ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇടണം. ഞാൻ ഈ പറയുമ്പം നമ്മൾ ഈ ചെയ്തതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഞാൻ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മിക്സഡ് ഹെർബ്സ് ആണ് ചേർക്കുന്നത്. അത് ഒരു 1/2 ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ് ആണ് ചേർക്കുന്നത് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് ഇത് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒറിഗാനോ എന്ന് പറയുന്ന ഒരു ഹെർബും ഞാൻ ചേർക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊന്നും നിർബന്ധമില്ല. നമുക്ക് ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവറും ബട്ടറും കെച്ചപ്പും സോസും കൂടെ വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. പിന്നെ ഇറ്റാലിയൻ ഫുഡിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഒറിഗാനോ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിക്സഡ് ഹെർബ് ചേർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു വെളുത്തുള്ളിയും ബട്ടറും കെച്ചപ്പും മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ, ഈ കാണിച്ച പോലെ. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുന്നുണ്ട്. കാരണം ഇപ്പം സോസ് മാത്രം ആയതുകൊണ്ട് ഭയങ്കര ഒരു അസിഡിക്കും അതുപോലെ തന്നെ ഒരു പുളിയൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ആ ഒരു പുളിയുടെ കുത്തുമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഗ്യാസിൻ്റെ ഒരു അസിഡിക് ആയിട്ടുള്ള ആ ഒരു ഫ്ലേവറൊക്കെ മാറാൻ വേണ്ടിയിട്ട്
ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സോസിന് അതൊരു ടേസ്റ്റ് കൊടുക്കും. നമ്മുടെ കുഞ്ഞുവാവകൾക്ക് അത് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ ഒരു സോസ് ഈ ബ്രെഡിനകത്ത് ഈ ഒരു സോസ് നമ്മൾ തൂത്ത് കൊടുക്കുമ്പം അവർക്ക് ഒരിക്കലും തോന്നില്ല ഇതൊരു ബ്രെഡിലാന്നുള്ളത്. ഇനി ഞാൻ ഇതിനകത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷുഗറും അതിൻ്റെ എല്ലാ ഫ്ലേവറും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാട്ടോ. അപ്പോൾ അതാ നമ്മുടെ സോസ് റെഡിയാണ്. നോക്കിക്കേ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ സോസ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ അതാ ഞാൻ സോസ് റെഡിയാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മേലെ ആവശ്യത്തിനുള്ള ബട്ടർ ഞാൻ തൂത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് ബട്ടർ തൂത്ത് കൊടുക്കുക. കുഞ്ഞുങ്ങളായതുകൊണ്ട് കുറച്ച് അധികമൊക്കെ നമുക്ക് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബട്ടർ തൂത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മേലെ സോസ്, അതായത് നമ്മൾ പിസ്സ സോസ് എന്ന് പറയില്ലേ ഉണ്ടാക്കി വെച്ചത്, അത് തൂത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബട്ടർ തൂത്തെടുത്തിട്ട് വരാവേ. അപ്പോൾ ഇവിടെ ബട്ടറെല്ലാം തൂത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ഞാൻ ഈ ബ്രെഡുമ്മ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തൂത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ അതിൻ്റെ ആ റൗണ്ട് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ എടുക്കുന്ന ഓരോ ബൈറ്റിലും ആ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ സോസൊക്കെ ഞാൻ നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഒരു ഫില്ലിങ്, മേലുള്ള ടോപ്പിങ്സ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം തന്നെ ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് പച്ച, മഞ്ഞ അതൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വെജിറ്റബിൾസ് എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതനുസരിച്ചൊക്കെ മാറ്റം വരുത്താം. സ്വീറ്റ് കോൺ ഒക്കെ ചേർക്കാൻ നോക്കുക, കാരണം അത് ഒരു മധുരമൊക്കെ അല്ലേ, അപ്പം അത് ഒന്നും കൂടെ പിസയ്ക്ക് ഒരു ഫ്ലേവറൊക്കെ കൊടുക്കും. അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്യുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഈ വെജിറ്റബിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഒതുങ്ങേ വേണ്ടൂ, അല്ലാതെ ഒത്തിരി അങ്ങ് വെന്തുടയൊന്നും വേണ്ട. കാരണം നമ്മൾ ഇനി ഇത് പിസയുടെ മേലെ ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് ഫ്രൈങ് പാനിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വഴറ്റാൻ മാത്രം മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ എരിവിന് ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ചേർക്കുക. ഉപ്പ് 1-2 നുള്ള് മതിയാവും. കാരണം ഇപ്പം നമ്മൾ ഓൾറെഡി സോസിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ കുരുമുളക് കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ അത് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ എന്നും പറയാം. ടീസ്പൂൺ ആയിരിക്കും കേട്ടോ. 1/4 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇത് ഞാനൊരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മാത്രം മതി. അപ്പോൾ അതാ ഞാനിവിടെ നിർത്തുകയാണ്. ഇതായിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഓൾറെഡി നമ്മൾ ബ്രെഡിനകത്തൊക്കെ തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡിവൈഡ് ചെയ്ത് അങ്ങ് വെക്കുക കേട്ടോ. നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് അത് ഒരുപോലെ ഈക്വലായിട്ട് അങ്ങ് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ചീസാണ് വെക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പം ഞാൻ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളായതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഒക്കെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ ചീസ് നല്ലതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് വരാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു പീസ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നത്. ബാക്കി 2 കുഞ്ഞുങ്ങൾക്കുമാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് നമുക്ക് വലിയവർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാം, കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അതല്ല, കുഞ്ഞുങ്ങൾക്കാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ വേണ്ട, നമുക്ക് ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാം. അപ്പം ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ചീസ് വെച്ച് ഫില്ല് ചെയ്യാൻ പോകുന്നത്. കാരണം അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ചീസെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ്
ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഭംഗി കാണത്തില്ല. അതായത് അത് ചീസൊക്കെ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി റെഡിഷൊക്കെ ആയിട്ടിരിക്കും. അതുകൊണ്ട് ഉള്ളിൽ വേണം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ചീസ് ഇട്ടൊന്ന് മൂടണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റെഡിയാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി പിസ്സ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴയ്ക്കാനോ ഒന്നും നിൽക്കണ്ട, ബ്രെഡ് എടുക്കുക, ഇതുപോലെ അങ്ങ് ഉണ്ടാക്കുക കേട്ടോ. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിനകത്തോട്ട് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ബട്ടർ ഒരു ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂണോ ബട്ടർ ആഡ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ബട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പിസ്സ ഇതിനകത്ത് വെച്ച് നമ്മൾ മൂടി വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് മാത്രം മതിയാവും. ലോ ഫ്ലെയിമിലിടണം, നിർബന്ധമായിട്ടും ലോ ഫ്ലെയിമിലിടണം. നിങ്ങൾ ഈവൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ പോലും ഈ ബ്രെഡിൻ്റെ അടി കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഞാനിവിടെ 2 ബ്രെഡ് പീസാണ് എടുത്ത് വെക്കുന്നത്. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കുകയാണ്. ബാക്കിയുള്ളൊരു ബ്രെഡിൻ്റെ പീസ ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഇതിനെ രണ്ടും വെക്കുമ്പോഴത്തേക്ക് മാറ്റമുണ്ടോ എന്ന് അറിയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 4 മിനിറ്റോളം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇരിക്കണേന്നുള്ളത്. കണ്ടോ, നമ്മുടെ പിസ്സ ചീസൊക്കെ മെൽറ്റായി നല്ലൊരു പിസ്സ നമുക്ക് റെഡി. ബ്രെഡ് പിസ്സയാണെന്ന് ഓർക്കണം. ഇതിനകത്ത് നമ്മൾ മാവ് കുഴയ്ക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ബ്രെഡ് എടുത്തു, നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പിന് കട്ട് ചെയ്തു. നമ്മൾ പിന്നെ പിസ്സ സോസും ചീസും വെജിറ്റബിൾസൊക്കെ വെച്ച് നോക്കിക്കേ, നല്ല ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു ഓവനും വേണ്ടാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ ഓവനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ബ്രെഡിന് ഇതുപോലത്തെ ഒരു ഷേപ്പൊക്കെ ഇനി കുറച്ചും കൂടെ കുഞ്ഞിതാക്കണോ നിങ്ങൾക്ക് ഷേപ്പ്, അങ്ങനെയും ചെയ്യാം. കുഞ്ഞുങ്ങളൊക്കെ അത് ടപ്പേന്ന് കഴിച്ചോളും. കാരണം കുഞ്ഞുങ്ങൾക്ക് ഹാൻഡി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനല്ലേ ഇഷ്ടം. പിന്നെ ഇത് നല്ലൊരു കളർഫുള്ളും ആണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഓവനിൽ വെച്ച പിസ്സ. മറ്റേ താഴെയിരിക്കുന്ന 2 ഞാൻ തവയിൽ വെച്ച് ഫ്രൈ ചെയ്ത പിസ്സ. അപ്പം ഇത് 3 ഒരു ഡിഫറൻസും ഇതിനകത്തില്ല കേട്ടോ. അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി ചെയ്തത്. ഇപ്പം നമ്മൾ ഓവനിൽ വെച്ചെന്നാലും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈയിങ് പാനിൽ വെച്ച് എടുത്തെന്നാലും ഒരു ഡിഫറൻസും ഇല്ല. കണ്ടോ, എല്ലാം സെയിം തന്നെയാണ്. ഞാൻ മറ്റേത് നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നതാണ്, ഒരു ഡിഫറൻസും ഇല്ല. അപ്പം അതുകൊണ്ട് ഇനി ഓവനിൽ വെച്ചതുകൊണ്ട് ടേസ്റ്റ് കൂടും, നമുക്ക് ടേസ്റ്റ് കുറവാണെന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, രണ്ടും ഒരേപോലെയാണ്. അപ്പം ഈ ഒരു പിസ്സ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. ഞാനിവിടെ ഒരു ഡിപ്പ് സോസ് എടുത്തിട്ടുണ്ട്. ഒരു ഗാർലിക് മയോ സോസാണ് ഇതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് ഡിപ്പ് ചെയ്യാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് മുറിച്ച് കാണിച്ചു തരാവേ. കണ്ടോ, ഇത് നല്ലതുപോലെ ഒരു ക്രിസ്പിനെസ്സും ഉണ്ട്, എന്നാൽ അത് സോഫ്റ്റ് ആണ് താനും. ഇത്രയും നല്ല ഒരു പിസ്സ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്നും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. ഈവൻ ലഞ്ച് ബോക്സിൽ വരെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു പിസ്സ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു പാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ 4-5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുന്ന ഒരു പിസ്സ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൺടിൽ ദെൻ ബൈ.